നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ കടുത്ത നിരാശയെന്ന WCC വിധി സൂക്ഷ്മമായി പഠിച്ച് തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. നീതിക്കായി പോരാട്ടം തുടരുമെന്നും WCC. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ ഒരു വിധി വന്നതിന് ശേഷം നമ്മൾ ഉറ്റുനോക്കിയ ചില പ്രതികരണങ്ങളുണ്ട്. അതൊക്കെ ഇന്നത്തെ ദിവസം വന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അതിജീവിതയുടെ പ്രതികരണം, മഞ്ജു വാര്യരുടെ പ്രതികരണം, വിവിധ കോണുകളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ, ഇപ്പോൾ WCCയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിരിക്കുന്നുവല്ലോ അല്ലേ? ക്രിസ്റ്റീന, അതിജീവിതയുടെ പ്രതികരണത്തിന്റെ തുടർച്ചയായി WCCയുടെ പ്രതികരണത്തെ കാണാം. ഈ വിധി കടുത്ത നിരാശയാണ്. 8 വർഷം നീണ്ട ഈ പോരാട്ടത്തിൽ അത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് മുന്നിൽ ബാക്കി വെച്ചത് നീതിയല്ല, കരുതലല്ല, പെൺ കേരളത്തിന് നൽകുന്ന സാമൂഹ്യ പാഠം. ഇനി പരാതിയുമായി മുന്നോട്ട് വരരുത്. അത്രയും നിരാശാജനകമായ ഒരു വിധിയായാണ് WCC ഇതിനെ കാണുന്നത്. വിധി സൂക്ഷ്മമായി പഠിച്ച ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് WCC പറയുന്നത്. ഒപ്പം പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതായത് യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അവ്യക്തത അതിൽ നിയമപരമായി നേരിടും, അതിന് അതിജീവിതയ്ക്ക് പൂർണ്ണ കരുത്ത് നൽകും എന്നുള്ളതാണ് WCC വ്യക്തമാക്കുന്നത്. നേരത്തെ അതിജീവിത ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട അവരുടെ നിരാശയും അതൃപ്തിയും ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ WCCയും വ്യക്തമാക്കുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസ് തന്നെയാണ് WCC എന്ന സംഘടനയുടെ രൂപപ്പെടലും പിന്നീട് അത് മലയാള സിനിമയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും സ്ത്രീകൾക്കൊരു പ്രത്യേക സ്പേസ് തന്നെ മലയാള സിനിമയിൽ ഒരുക്കി കൊടുത്ത WCC ആണ്. ആ WCC ഈ വിധിയിൽ കടുത്ത നിരാശ രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ പോരാട്ടം തുടരുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ക്രിസ്റ്റീന, ശരി. വിമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ പ്രതികരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.